വാക്കുകൾക്കപ്പുറം വാചാലമാണ് ഗുരുദേവൻ അല്ലെ. ആണ്ടുകൾക്കിപ്പുറവും പ്രസക്തമായ ജീവിതം. വായനയുടെ വാതായനങ്ങൾക്കുള്ളിൽ വിവേകമിരിപ്പുണ്ടെന്ന് വഴി കാട്ടി തന്നയാൾ. മനുഷ്യന് തുല്യതയുടെ ആമുഖവും സ്നേഹത്തിൻ്റെ ആഴവും അടയാളപ്പെടുത്തിയ ഒരാൾ. പഠിച്ചു വളർന്നാലേ മനുഷ്യൻ പാകപ്പെടൂ എന്ന് പരിചയപ്പെടുത്തിയ ആൾ. അഴിമതിയില്ലാ ഭരണം നീതിയെ ക്ഷണിച്ചു വരുത്തുമെന്ന് പണ്ടേ പ്രവചിച്ചൊരാൾ. കുറുക്കുവഴികളില്ലാത്ത സ്വജീവിതം ചൂണ്ടിക്കാട്ടി അധ്വാനിച്ച് സമ്പന്നരാകാൻ ആഹ്വാനം ചെയ്തയാൾ. ഈ പുതിയ കാലത്തും പഴമപ്പെടാത്ത വെളിച്ചമാണ് ഗുരുദേവൻ. ഇതിൻ്റെ അർത്ഥവത്തായ വാക്കുകൾ, അതും എത്രയോ കാലങ്ങൾക്ക് മുൻപ് എഴുതി വച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതുണ്ട് അഴിമതി. അതെ, ഇന്നും ഇങ്ങനെ മുഴങ്ങുന്നുണ്ടാവും പല കാതുകളിലും ആ വാക്കുകൾ. ഇനി നമ്മൾ ഈ അദ്വൈതാശ്രമത്തിലേക്കാണ് പോകുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ആശ്രമങ്ങളിൽ ഒന്നാണ് ആലുവ അദ്വൈതാശ്രമം. ഗുരുദേവൻ്റെ പുണ്യപാദസ്പർശമേറ്റ ഭൂമി. ജീവിതാന്ത്യം വരെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലം. അദ്വൈതാശ്രമവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ സ്മരണകളും ഒപ്പം ശ്രീനാരായണ ചിന്തകൾക്ക് വർത്തമാനകാലത്തുള്ള പ്രാധാന്യവും ജനം ടി വിയോട് വിവരിക്കുകയാണ് അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യം. പെരിയാർ തീരത്ത് തലയുയർത്തി അദ്വൈതാശ്രമം. ഗുരുവിന്റെ സ്മരണകൾ ഏറെ പറയാനുണ്ട് ഈ പുണ്യഭൂമിക്ക്. ശ്രീനാരായണ ഗുരുദേവൻ 1912 ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നിർവഹിച്ചതിന് 3-ാം ദിവസം അവിടെ നിന്ന് വിട്ടുപോരുകയും ഇനി നമുക്കിരിക്കാൻ മറ്റൊരിടം വേണം, ആലുവ കൊള്ളാം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ആലുവയിൽ വന്നു ചേരുകയുമാണ് ചെയ്തത്. ആലുവ നഗരത്തിന് സമീപാർശ്വത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുരാണപ്രസിദ്ധമായ പൂർണ്ണ നദി എന്നത് പെരിയാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ നദിയുടെ തീരത്താണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. ശിവരാത്രി മണപ്പുറം അദ്വൈതാശ്രമത്തിൻ്റെ മറുകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതാശ്രമം അവിടെ സ്ഥാപിച്ചത്. ഗുരുവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പല ആഘോഷങ്ങളും അദ്വൈതാശ്രമത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അദ്വൈതാശ്രമത്തിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് 1924 മാർച്ച് മാസം 3-4 തീയതികളിലായി ഗുരുവിൻ്റെ കാർമ്മികത്വത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന നിർദ്ദേശത്തോടു കൂടി ശ്രീനാരായണ ഗുരുദേവൻ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനമായിരുന്നു. ഗുരു ഏകാന്ത തപസ്സിരുന്ന വാൽമീകി കുന്നിനും പ്രാധാന്യം ഏറെ. വർത്തമാന സന്ദർഭത്തിൽ ഇപ്പോൾ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ ആശ്രമം സ്ഥാപിച്ച സന്ദർഭത്തിൽ പെരിയാർ നദിയുടെ തീരത്ത് ഒരു പർണശാല സ്ഥാപിച്ച് ആ പർണശാലയിൽ ഇരുന്നു കൊണ്ട് നദിക്ക് അഭിമുഖമായിട്ട് ഗുരു ഇരിക്കുമായിരുന്നു. ആ പർണശാലയുടെ സ്ഥാനത്ത് പിന്നീട് ഒരു ഗുരുമന്ദിരം നിർമ്മിക്കുകയും ആ ഗുരുമന്ദിരത്തിലും ശ്രീനാരായണ ഗുരുദേവൻ നദിക്ക് അഭിമുഖമായിട്ട് വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന രൂപത്തിലായിരുന്നു അതുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അവിടെ ഒരു വലിയ ഗുരുമന്ദിരം നിർമ്മിക്കുകയും ഗുരു നദിക്ക് പുറംതിരിഞ്ഞിരിക്കുന്ന രീതിയിൽ അവിടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെടുകയും ചെയ്തു. പഴയ ഗുരുമന്ദിരം പൊളിച്ച് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഭക്തജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടും ആശ്രമത്തിലെ ശിവഗിരി മഠത്തിലെ പുതിയ ഭരണാധികാരികളുടെ നിർദ്ദേശത്തെ പരിഗണിച്ചുകൊണ്ടും അവിടെ ഇപ്പോൾ പുതിയൊരു ഗുരു മന്ദിരം നിർമ്മിക്കുകയാണ്. പ്രധാനമായും ഉപാസകർക്ക് വേണ്ടി ധ്യാനം നടത്തുന്നതിനും അതുപോലെ മറ്റ് നാമജപം നടത്തുന്നതിനുമൊക്കെ പര്യാപ്തമായ രീതിയിലുള്ള ഒരു ഗുരു മന്ദിരത്തിൻ്റെ, പ്രത്യേകിച്ചൊരു ധ്യാന മണ്ഡപത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവന് വേലു എന്നു പേരായിട്ടുള്ള ഒരു ഭക്തൻ പാദകാണിക്കയായി സമർപ്പിച്ച ഒരു കുന്നിൻ പ്രദേശം ആലുവയ്ക്ക് സമീപം തോട്ടുമുഖമെന്ന് പറയുന്ന പ്രദേശത്തുണ്ട്. അവിടം ദീർഘകാലമായിട്ട് അവിടെ കാട് പിടിച്ച്
ആരും ശ്രദ്ധിക്കാനില്ലാതെ കിടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രദേശമാകെ വെട്ടിത്തെളിക്കുകയും അത് കഴിഞ്ഞ ഏതാണ്ട് 10-60 വർഷത്തോളമായി അതിൻ്റെ ഭൂരിപക്ഷം പ്രദേശവും ശ്രീനാരായണ സേവികാ സമാജം എന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിലായിരുന്നു. അന്നും ഇന്നും ശ്രീനാരായണീയ ചിന്തകൾ ഏറെ പ്രസക്തം. അതേപ്പറ്റി സ്വാമിയുടെ വാക്കുകൾ ഇങ്ങനെ: ശ്രീനാരായണ ഗുരുദേവൻ പ്രപഞ്ച സത്യത്തെ സാക്ഷാത്കരിച്ച ആ സത്യസ്വരൂപനായി നിലകൊള്ളുന്നതാണ് ഗുരുവിൻ്റെ സ്വരൂപമെന്ന് പറയുന്നത്. ഒരു സത്യസ്വരൂപിയിൽ നിന്ന് വരുന്ന വാക്കുകളും ആ സത്യസ്വരൂപിയുടെ പ്രവർത്തനങ്ങളുമെല്ലാം എല്ലാ കാലത്തിനും യോജിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ വാക്കുകൾക്ക് സർവകാല പ്രസക്തിയാണ് ഉള്ളത്. ഗുരുവിൻ്റെ ആ വിപ്ലവത്തിൻ്റെ സവിശേഷത ഒരു തുള്ളി രക്തം പോലും ചിന്താതെ തികച്ചും അഹിംസാ മാർഗത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു സമൂഹത്തെ സമൂലമായ മാറ്റത്തിന് വിധേയമാക്കിയത്. ആ മാറ്റത്തിന് വിധേയമാക്കിയത് അത് ലോകോത്തരമായൊരു മാതൃകയായിരുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ നമുക്കറിയാവുന്നതുപോലെ ഇന്ന് വിവിധ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. രണ്ട് ചേരിയായി തിരിഞ്ഞു നിന്നുകൊണ്ട് രാഷ്ട്രീയമായും അതുപോലെ മറ്റ് പല ഘടകങ്ങളെ മുൻനിർത്തിക്കൊണ്ടും, അത് ജാതിയാകാം, മതമാകാം, അങ്ങനെ സമൂഹത്തിൽ ഛിദ്രതകൾ ഉയർത്തുന്ന ശക്തികൾ പല രൂപങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റുമുട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകശാന്തിക്ക്, സമാധാനത്തിന് വലിയ ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഗുരുവിന്റെ സാന്നിധ്യമുണ്ടായ പുണ്യഭൂമിയിലെത്തി സ്മരണകളിൽ പ്രാർത്ഥനകൾ അർപ്പിച്ച് ആത്മാർപ്പണത്തോടെ മടങ്ങുകയാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ. ജനം, കൊച്ചി. കാലം കെടുത്താത്ത ചൈതന്യം അത് നമ്മൾ കാണിച്ചതുപോലെ തന്നെയാണ്. ഇതേപോലെ എത്ര ആശ്രമങ്ങളാണ്, എത്ര ക്ഷേത്രങ്ങളാണ് പണിതത്. പണ്ട് പറയുമായിരുന്നു ഈ ഗുരുദേവൻ നടക്കുന്നത് നാട് നീളെ ക്ഷേത്രം പണിയാനാണെന്ന് പറഞ്ഞവർ. അങ്ങനെ ഈ നേരത്തെ തന്നെ വീണ്ടും പി പരമേശ്വരജിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ ഗുരുദേവൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നതാണ് 19-ാം നൂറ്റാണ്ട് ഒരു വല്ലാത്ത നൂറ്റാണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചെറിയ കാലം കൊണ്ട് കുറേ യുഗപ്രഭാവന്മാർ ഇങ്ങനെ വസന്തം പോലെ പൊട്ടി വിടർന്ന് വരികയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വ്യാപകമായി രാജ്യം മുഴുവൻ ഉണ്ട്, രാജ്യത്തിന് പുറത്തേക്കും പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ ആമുഖത്തിൽ സ്വാമി രംഗനാഥാനന്ദ എഴുതിയിട്ടുമുണ്ട്. എന്തായാലും കാലങ്ങൾക്കിപ്പുറം ഈ ദിവസം എടുത്താൽ ഇന്ന് പോലും വെളിച്ചം വീശുകയും മറ്റു ചിലരും നടുക്കമുണ്ടാക്കുകയും ചെയ്യുന്ന വാക്കുകളാണ്, അല്ലേ? നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ചത്.